ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ നവദമ്പതിമാരെ കാണാനായിട്ട് കുറച്ച് റിലേറ്റീവ്സ് വരികയാണ്. മനോരമയും മുത്തശ്ശിയും അഞ്ജലിയും ചേർന്ന് അവരെ സ്വീകരിക്കുന്നു. അപ്പോൾ വന്ന ഗസ്റ്റുകൾ പറയുകയാണ്, കല്യാണത്തിനും ഞങ്ങൾക്ക് വരാൻ പറ്റില്ല, ഇനിയെങ്കിലും വന്ന് നവദമ്പതിമാരെ കണ്ടിട്ട് ആശംസകൾ അറിയിക്കേണ്ടേ. അപ്പോൾ മുത്തശ്ശി പറയാം, ആശംസ മാത്രം പോരാ, അവരെ അനുഗ്രഹിക്കുകയും വേണം. വന്ന ഗസ്റ്റ് മനോരമയോട് ചോദിക്കുകയാണ്, അല്ല മനോരമ എന്താ മിണ്ടാതെ നിൽക്കുന്നത്, മരുമോള് വന്നിട്ട് സന്തോഷത്തിലാണോ? മനോരമ പറയാം, എന്ത് സന്തോഷം, എൻ്റെ മകൻ അവന് ഇഷ്ടപ്പെട്ട ഒരു പെൺകുട്ടിയെ താലി കെട്ടി. പിന്നെ നമ്മുടെ നിലയ്ക്കും വിലയ്ക്കും താഴ്ന്ന ആയതുകൊണ്ട് നമ്മൾ പറയുന്ന അനുസരിച്ച് നിൽക്കും, അല്ലാതെ എന്ത് ചെയ്യാനാ. അപ്പോൾ മോഹനെ അവിടേക്ക് വന്നിട്ട് എല്ലാവരെയും അകത്തേക്ക് കൊണ്ടുപോവാണ്. ഈ സമയം അഞ്ജലി ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് മുകളിലേക്ക് പോകുന്നു. പെട്ടെന്ന് സ്റ്റെപ്പ് കയറുന്നതിനിടയ്ക്ക് അഞ്ജലിക്ക് തലയിറക്കം വരുന്നു. അശ്വിൻ ഓടി വന്ന് അഞ്ജലിയെ പിടിക്കുകയാണ്. എന്നിട്ട് കസേരയിൽ എടുത്തിട്ട് അഞ്ജലിയോട് പറയാം, ചേച്ചിക്ക് എന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ, പ്രഗ്നൻ്റ് ആണെന്നുള്ള വിവരം മറന്നിട്ട് ചേച്ചി എന്തിനാ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പടിയൊക്കെ കയറാൻ പോകുന്നത്. അപ്പോൾ അഞ്ജലി പറയുകയാണ്, എനിക്ക് എല്ലാവരെക്കാട്ടിയും അത് ഓർമ്മയുണ്ട്, പക്ഷേ ഞാനിപ്പോൾ മുകളിലേക്ക് വന്നത് നിന്നോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനാണ്. നീ എന്തിനാ എല്ലാവരും നിന്ന് ഇതൊക്കെ ഒളിക്കുന്നത്, അല്ല നിന്റെ ഉദ്ദേശം എന്താ? അപ്പോൾ അശ്വിൻ ചോദിക്കുക, എന്തിനെ പറ്റിയാണ് ചേച്ചി ചോദിക്കുന്നത്? അഞ്ജലി പറയാം, നീ ഞങ്ങളിൽ നിന്ന് ഒളിക്കുന്ന കാര്യമാണ് ചോദിച്ചത്. അശ്വിൻ ഞാനൊന്നും ഒളിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ അഞ്ജലി പറയാം, പിന്നെ നീ ഞങ്ങളറിയാതെ പോയി കല്യാണം കഴിച്ചില്ലേ, അത് ഞങ്ങളെ ഒളിപ്പിച്ചല്ലേ. ഇപ്പം ഞാൻ തന്ന വളയാണെങ്കിൽ നീ ശ്രുതിക്ക് കൊടുത്തതുമില്ല, അതെന്താ? അപ്പോൾ അശ്വിൻ പറയാം, അത് ഞാൻ മറന്നു എന്ന് പറയുമ്പോൾ അഞ്ജലി പറയാം, അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നിന്നോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ടുള്ളതല്ലേ, എന്നിട്ട് നീ അത് മറന്നോ? അശ്വിൻ പറയണം, ഞാൻ മറന്നതല്ല, ഞാൻ അപ്പോൾ തന്നെ അത് കൊടുക്കണമെന്ന് വിചാരിച്ചാൽ, പിന്നെ ഓരോ തിരക്കിനിടയിൽ വിട്ടുപോയതാണ്, ഞാൻ ഇപ്പോൾ തന്നെ ശ്രുതിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഈ സമയമാണെങ്കിൽ ശ്രുതി മുറിയിൽ സാരിയൊക്കെ കൊടുത്തിട്ട്, ഈശ്വര ഇത് നല്ല ടൈറ്റ് ആണല്ലോ. ഈ സമയം ശ്രുതിയുടെ കൊലുസ് താഴെ കിടക്കുന്നുണ്ട്. ശ്രുതി അത് എടുക്കാനായിട്ട് കുനിയുമ്പോൾ ബ്ലൗസിൻ്റെ സ്റ്റിച്ച് വിട്ടുപോകുന്നു. ഇത് കണ്ടിട്ട് ശ്രുതി എൻ്റെ കുട്ടി കൃഷ്ണ എന്ന് വിളിക്കാൻ വന്നിട്ട്, അല്ലെങ്കിൽ വേണ്ട, കൃഷ്ണനെ എന്തിനാണ് വിളിക്കുന്നത്, ഞാൻ ഇനി ആ പേര് വിളിക്കില്ല, എനിക്ക് സ്വന്തമായിട്ട് ബ്ലൗസ് തുന്നി തയ്ക്കാൻ അറിയാമല്ലോ, ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അശ്വിൻ്റെ ഒരു ഷർട്ട് എടുത്തിട്ടിട്ട് ആ ബ്ലൗസ് തുന്നി തയ്ക്കുകയാണ്. ഈ സമയം മനോരമയാണെങ്കിൽ മുകളിൽ നിന്ന് എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത് കണ്ടുപിടിക്കണമല്ലോ, എന്തോ കള്ളത്തരമുണ്ട്. മനോരമ ഓരോ ആംഗ്യങ്ങളൊക്കെ കാണിക്കുമ്പോൾ മോഹൻ അവിടേക്ക് വന്നിട്ട് ചോദിക്കുക, അല്ല ഞാനറിയാവുന്ന വല്ല കഥകളി കോഴ്സും ചേർന്നോ, ആംഗ്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ മനോരമ പറയാം, നിങ്ങൾ എന്നെ കളിയാക്കിക്കോ, ഞാൻ മൈൻഡ് മാത്സ് കൂട്ടിയതാണ്. അപ്പോൾ മോഹൻ ചോദിക്കുക, മൈൻഡ് മാത്സോ, അതെന്താ? അത് ഞാൻ മനക്കണക്ക് കൂട്ടിയതാണ്, ഇവിടെ എന്തൊക്കെയോ ചീഞ്ഞു നാറുന്നുണ്ട്. അപ്പോൾ മോഹനം പറയാം, ഒരിക്കലുമില്ല, നീ എന്തായാലും അത് മണത്ത് കണ്ടുപിടിക്കും, നീ അറിയാതെ ഇവിടെ എന്ത് നടക്കാനാ. അപ്പോൾ മനോരമ പറയാം, ഇവിടെ അശ്വിനും ശ്രുതിയും തമ്മിൽ നല്ല രീതിയിലല്ല ജീവിക്കുന്നത്, അത് ഞാൻ കണ്ടുപിടിച്ചു കഴിഞ്ഞു, അവർ തമ്മിൽ എന്തൊക്കെയോ നാടകമുണ്ട്. ഞാൻ അവിടെ ചെന്നപ്പോൾ ഒരാൾ ബാൽക്കണിയിലാണ് കിടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ മോഹൻ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോൾ മനോരമ പറയാം, ഞാൻ അവിടെ ഒരു ബെഡ്ഷീറ്റും ഒരു പില്ലോ കവറും കണ്ടു, ഒരെണ്ണേ ഉള്ളൂ. അപ്പോൾ ഒന്നെങ്കിൽ അശ്വിൻ അല്ലെങ്കിൽ ശ്രുതി, ആരെങ്കിലും ഒരാൾ ബാൽക്കണിയിലാണ് കിടക്കുന്നത്. അപ്പോൾ മോഹനം പറയാം, അത് ചിലപ്പോൾ ചൂടെടുത്തിട്ടായിരിക്കും. അപ്പോൾ മനോരമ പറയാം, ഡോണ്ട് ബി ജോക്ക്, അതല്ല, AC ഉള്ളപ്പോൾ എന്തിനാ പുറത്ത് കിടക്കുന്നത്, ഇത് വേറെന്തോ ആണ്, ഈ കള്ളക്കളി ഞാൻ കണ്ടുപിടിക്കും. ഇതെല്ലാം അശ്വിൻ ഒളിഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അശ്വിൻ പെട്ടെന്ന് മുറിയിലേക്ക് ചെല്ലുന്നു. അശ്വിൻ വരുന്ന സൗണ്ട് കേട്ടിട്ട് ശ്രുതി ഒളിച്ചു നിൽക്കുന്നു. അങ്ങനെ അശ്വിൻ ശ്രുതിയെ കണ്ടുപിടിക്കുകയാണ്. നീ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് അശ്വിൻ ദേഷിച്ച് ഇങ്ങനെ ചോദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് അശ്വിൻ തിരിഞ്ഞു നോക്കുമ്പോൾ മനോരമ ബൈനോക്കുലർ വെച്ച് അകത്തേക്ക് ഇവരുടെ ബെഡ്റൂമിലേക്ക് നോക്കുന്ന കാണുമ്പോൾ അശ്വിൻ പെട്ടെന്ന് സന്തോഷത്തോടെ, ആഹാ നീ ഇവിടെ ഒളിച്ചു നിൽക്കുമായിരുന്നോ, ഞാൻ നിന്നെ കണ്ടുപിടിക്കില്ലെന്ന് കരുതിയോ എന്ന് പറഞ്ഞിട്ട് ശ്രുതിയുടെ കൈ പിടിച്ച് പുറത്തേക്ക് വലിച്ചെടുത്തിട്ട് ശ്രുതിയെടുത്ത് പറയാം, നിൻ്റെ കള്ളത്തരമൊക്കെ ഞാൻ കണ്ടുപിടിച്ചു, നിനക്ക് ഞാനൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അഞ്ജലി കൊടുത്ത ആ വളയെടുത്ത് ശ്രുതിയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ശ്രുതി എന്താ നടക്കുന്നതെന്ന് പോലും മനസ്സിലാവാതെ അശ്വിൻ കാണിക്കുന്ന ഓരോന്നിന് കൂട്ടു നിൽക്കുകയാണ്. എന്നിട്ട് അശ്വിൻ ശ്രുതിയുടെ രണ്ട് കയ്യിലും പിടിച്ചിട്ട്, പ്രിയതമേ, സ്നേഹത്തോടെ ഓരോന്നൊക്കെ ഇങ്ങനെ ശ്രുതിയോട് പറയാം. ശ്രുതി പെട്ടെന്ന് ഇയാൾക്കിത് എന്താ പറ്റിയെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. ഇതെല്ലാം കണ്ടിട്ട് മനോരമ പറയാം, എൻ്റെ മൈ ഗോഡ്, എന്താ ഞാൻ ഈ കാണുന്നത്, അശ്വിൻ ഇത്ര റൊമാൻറ്റിക് ആകാൻ പറ്റുമോ, ഈ ഓവർ ആക്ടിങ്ങിൽ എന്തൊക്കെയോ ഉണ്ട്, ഈ ഓവർ ആക്ഷൻ എന്തിനു വേണ്ടി ആയിരിക്കും, എന്തൊക്കെയോ മണക്കുന്നുണ്ടല്ലോ, എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞിട്ട് മനോരമ അവിടെ നിന്ന് അശ്വിനെയൊക്കെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്ന് അശ്വിൻ, എൻ്റെ ഷർട്ടല്ലേ ഇട്ടേക്കുന്നത്, നീ എന്തിനാ എൻ്റെ ഷർട്ട് ഇട്ടേന്ന് ദേഷ്യത്തോടെ ശ്രുതിയോട് ചോദിക്കുന്നുണ്ട്. മനോരമ ഇതെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് ഇവൻ എന്താ കാണിക്കുന്നത്, എന്നിട്ട് ദേഷ്യത്തോടെ മനോരമ അവിടെ നിന്ന് പോകുന്നു. മനോരമ പോകുന്നത് കാണുമ്പോൾ അശ്വിൻ പെട്ടെന്ന് ദേഷ്യത്തോടെ ശ്രുതിയെടുത്ത് വയ്ക്കാം, നീ എന്തിനാണ് എൻ്റെ ഡ്രസ്സ് എടുത്തിട്ടേക്കുന്നത്. അപ്പോൾ ശ്രുതി പറയാം, അത് അഞ്ജലി മേഡം തന്ന ഡ്രസ്സ് കീറി, ഞാൻ അതുകൊണ്ട് തുന്നി തയ്ക്കാൻ വേണ്ടി എടുത്തിട്ടതാണ്. അപ്പോൾ അശ്വിൻ പറയാം, അത് നിനക്കൊന്നും ഇല്ലേ, നിൻ്റെ ഡ്രസ്സ് വേണം എടുത്തിടാൻ, ഞാൻ 1 മിനിറ്റ് സമയം തരും. പെട്ടെന്ന് ഇതൊക്കെ അഴിച്ച് മാറ്റിയിട്ട് വേഗം റെഡിയായി വന്നു. പിന്നൊരു കാര്യം, ഇന്ന് മുതൽ കിടന്നിട്ട് ബാൽക്കണിയിൽ നിന്ന് അകത്തേക്ക് വരുമ്പോൾ പില്ലോയും ബെഡ്ഷീറ്റും എടുത്തിട്ട് വേണം വരാൻ, കേട്ടല്ലോ.
എന്ന് പറഞ്ഞിട്ട് അശ്വിൻ അവിടെ നിന്ന് പോകുന്നു. പെട്ടെന്ന് ശ്രുതി ആ ബെഡ്ഷീറ്റും പില്ലോയും അവിടെ നിന്ന് എടുത്ത് മാറ്റിയാണ്. അടുത്തതായിട്ട് കാണിക്കുന്നത് മനോരമ അഞ്ജലിയോട് പറയുകയാണ്, കുഞ്ഞൻ്റെയും ശ്രുതിയുടെയും കാര്യത്തിൽ എനിക്ക് എന്തൊക്കെയോ ഡൗട്ടുണ്ട് അഞ്ജലി മോളെ. അവരുടെ കാര്യത്തിൽ കുറച്ച് സംശയങ്ങളൊക്കെ എനിക്കുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് മുത്തശ്ശി പറയാം, നീ എന്താ ഇങ്ങനെ പിറുപിറുക്കുന്നത്? നിനക്ക് എന്താ സംശയം? അത് തുറന്ന് പറയും. ഇതെല്ലാം കേട്ടിട്ട് അഞ്ജലി പറയാം, ആദ്യം നമുക്ക് വന്ന ഗസ്റ്റുകളെ നോക്കാം, അതിനുശേഷം കുഞ്ഞൻ്റെയും ശ്രുതിയുടെയും കാര്യം പറയാം. അങ്ങനെ മനോരമയും അഞ്ജലി എല്ലാവരും ഗസ്റ്റിന് കാപ്പിയൊക്കെ കൊടുത്തിട്ട് അവരോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവർ പറയുകയാണ്, അല്ല മരുമോൾ എവിടെ? മനോരമ പുറകുറുത്തുകൊണ്ട് പറയുകയാണ്, ഏത് മരുമോളുടെ കാര്യമായി പറയുന്നത്? അപ്പോൾ വന്ന ഗസ്റ്റ് ചോദിക്കുക, അതെന്താ മനോരമേ, നിങ്ങൾ നിങ്ങളുടെ മരുമകളെ ഞങ്ങളെ കാണിക്കില്ലെന്നുണ്ടോ? അപ്പോൾ മനോരമ പറയാം, അങ്ങനെയൊന്നുമില്ല. ഈ സമയം പ്രീതിയും ശ്രുതിയും ഒരുമിച്ച് ഇറങ്ങി വരികയാണ്. ഇത് കണ്ടിട്ട് ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് എല്ലാവരും. ഇവിടെ വെച്ചാണ് എപ്പിസോഡ് അവസാനിക്കുന്നത്. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കല്ലേ.